ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു നെസ്റ്റോ പരിപാടിയായാലോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോകും. എവിടെയാണെന്നുള്ളത് ലാസ്റ്റ് പറയാം. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേന് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണ് ഞങ്ങളുടെയൊക്കെ നാടുകളിൽ. ഇവിടെ എല്ലാ നാടുകളിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര റിയർ ആയിട്ടുള്ള സംഭവമാണ്. വർഷത്തിലൊരിക്കൽ ഇത് വരും. 2 സ്ഥലത്തുണ്ട്. എങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ നാട്ടുകാർ പോകുന്നത് തടി ചെറുകപ്പുഴയിലോട്ടാണ്. എല്ലാവരും അങ്ങനെ വലിച്ചു കെട്ടി നേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും. കളിപ്പാട്ടങ്ങൾ, മാല, വള, കമ്മല്, പാത്രങ്ങൾ. പണ്ടൊക്കെ ഈ വറവ് സമയമാകുമ്പോഴത്തേക്കിന് കുടം, പാത്രം ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കാനാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇന്നും ഞങ്ങൾ അതുപോലെ പോയേക്കുവാണ്. എന്താണ് വിശേഷങ്ങളാണ് വഴിയേ കാണാം. ഓരോരുത്തർക്കും ഓരോ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കും ചെറുകപ്പുഴ കൺവെൻഷൻ. ചിലർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യേ ഇതാണ് അവരുടെ നാട്ടിലെ വലിയ സംഭവം എന്നായിരിക്കും. പക്ഷെ അവരവരുടെ നാട്ടിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ അവർക്ക് വലിയ കാര്യങ്ങളായിരിക്കും. അങ്ങനെ എല്ലാവരും ഈ സന്തോഷത്തോടെ ഈ ഒരു ദിവസം അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഹാപ്പിനെസ് തന്നെയാണ്. ഇന്നിപ്പോൾ വലിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഓരോ ഉരുപ്പടികളില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഓരോ കൂട്ടുകാരുടെ കയ്യിലും ഓരോ ഉരുപ്പടികളുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ സമയമില്ല. പണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രം സമയം ഉണ്ടായിരിക്കും. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യും, ഇന്ന് നമുക്ക് അവിടെ പോകുമ്പോൾ അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇപ്പം ഇത്ര മണിക്ക് പോകണം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. നേരെ വണ്ടി കിട്ടുക, എല്ലാവരും കയറി പോവുക, എല്ലാവരും കാത്തു നിൽക്കുന്ന പരിപാടി അതൊന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും ഞങ്ങൾ മാക്സിമം കൂട്ടുകാരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തൊരു ടൈം ഉണ്ടാക്കി എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഈ ചെറുകപ്പുഴ കൺവെൻഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ പത്തനംതിട്ടക്കാർക്കൊരു ഒത്തുകൂടാനുള്ള സമയം കൂടിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2015 ലാസ്റ്റ് പോയി. അതിനുശേഷം ഇത്രയും നാളായിട്ട് ഞാൻ പോയിട്ടില്ല. ഏകദേശം ഒരു 11 വർഷം അല്ലേ. അപ്പോൾ അതിനുശേഷമുള്ളൊരു വലിയ ഓർമ്മ പുതുക്കലായതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്കിന് മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. ഈ കയ്യിലിടുന്ന ചെറിയ സാധനങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ വാങ്ങാൻ വീട്ടുകാർ വിട്ടിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഒരു സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും മേടിക്കാം. പക്ഷേ ആ പഴയൊരു സുഖമില്ലേ, അതങ്ങ് പോയി. അതായത് അമ്മമാരുടെ അടുത്ത് ഇങ്ങനെ കെഞ്ചി എനിക്ക് അത് വേണം അത് വേണമെന്ന് പറഞ്ഞ് മേടിക്കുന്ന ആ ഒരു സുഖമൊക്കെ അങ്ങ് പോയി. ഇപ്പം അമ്മ നേരിക്കോട്ടെ അതുമോനെ അത് മേടിക്കട്ടെ ഇത് മേടിക്കട്ടെ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളും കാണും. നിങ്ങൾക്കൊക്കെ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണ പത്തനംതിട്ടക്കാർക്ക് ഇതൊരു വലിയ സംഭവമാണ്. ഇവിടെ പോയിട്ട് വന്നപ്പോൾ എൻ്റെ ഏകദേശം ഒരു 10 വയസ്സ് കുറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലോട്ട് ഞാൻ പോയതുപോലെ എനിക്ക് തോന്നി. പണ്ടൊക്കെ ബസ് കയറി പോകുന്ന ആ ഒരു സുഖമൊക്കെ അങ്ങ് മാറി. ആൾക്കാരും മാറി, സാഹചര്യങ്ങളും മാറി. പണ്ടൊക്കെ 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം 30 രൂപയായി, 30 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം 100 രൂപയായി. അതൊക്കെ വലിയ സൈൻസസ് തന്നെയാണല്ലേ. അതുപോലെ പണ്ടൊക്കെ പൈസ കയ്യിൽ കൊടുക്കണമായിരുന്നു, എനിക്ക് മാത്രമേ സാധനം കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കയ്യിലെത്തി. അത്രയ്ക്ക് പുരോഗമനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഷോപ്പുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ കുറേ ബംഗാളികളും മലയാളികളല്ലാത്ത കുറേ ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കും. അവിടെ ചെന്നപ്പോൾ കുറേ പരിചിതമായിട്ടുള്ള മുഖം കണ്ടു. ചിലർക്ക് എന്നെ മനസ്സിലായില്ല, എനിക്ക് ചിലരെ മനസ്സിലായില്ല. എങ്കിലും പരസ്പരം നോക്കി ചിരിച്ചിട്ടങ്ങ് പോയി. ഒരു 7 ദിവസം ഈ പരിപാടി കാണുമെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ 7 ദിവസം പോകുന്നവരുണ്ട്. ചിലർക്ക് സാഹചര്യം കാരണം 1 ദിവസം 2 ദിവസമൊക്കെ പോകും. ഞാൻ ഇന്നങ്ങ് പോയി, കാരണം നാളെ നോമ്പ് തുടങ്ങുവാണല്ലോ. ഇവിടെ ഹിന്ദുക്കളുടെ പരിപാടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും മറ്റു മതക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇവിടെ ജാതിയില്ല മതവുമില്ല, അങ്ങനെയൊന്നുമില്ല. സാധനങ്ങൾ കണ്ടാൽ മേടിക്കാൻ പോവുക. ഒരുപാട് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട്, സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ അവിടെ പോകും. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. പറഞ്ഞു പോയപ്പോഴത്തേനും സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും രാത്രി 9 മണിയായി. പിന്നെ അവസാനം ഒരു ചാട്ട് മസാലയും ഒരു കുരുക്കി സർബത്തും കുറച്ച് ഇടിയും ഒക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടായി. അപ്പൊ എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ഓർമ്മ പുതുക്കലാണ് ഈ ചെറുകപ്പുഴ കൺവെൻഷൻ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തില് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് പോയ സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഏതാണെന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്താം. അങ്ങനെ ഞങ്ങള് എന്തോ ഇവിടെ പോയത് പോലെ നമ്മൾ എന്തിനാ പോയത്? കൺവെൻഷൻ. ഞങ്ങള് പോയി സാധനമൊക്കെ മേടിച്ച് അങ്ങോട്ട് പോന്ന് വീട്ടിൽ പോന്ന്. അപ്പൊ ശരി, ബൈ ബൈ. ബൈ ബൈ. ഉമ്മ കൊടുത്തേ. അവിടെ കൊടുക്ക, എല്ലാവർക്കും ഉമ്മ കൊടുക്കും. അപ്പൊ ശരി, ടാറ്റാ.